സാർ ഇതിനെ കണ്ടില്ല, അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ, കാരണം ഇഡിയുടെ ഒരു നോട്ടീസ് ക്ലിഫ് ഹൗസിലേക്ക് ആ, പോയിട്ടുണ്ട്. ആ, ആ, മസാല ബോണ്ട് കേസിൽ ആ. വല്ലതും നടക്കും. നടക്കും, നടക്കുക തന്നെ ചെയ്യും. ഉം. കാരണം ഇപ്പോൾ തോമസ് ഐസക്ക് തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ആ, ഇത്രയും വലിയ ഇടപാട് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും, അതിൽ ആ, വല്ലതും തടയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ. ഈ ഇ ഡി വരുന്നതെന്ന്. ഓ, അങ്ങനെ അപ്പോൾ അത് പറഞ്ഞോ? കുറ്റസമ്മതമല്ലേ? പരസ്യമായ കുറ്റസമ്മതം. ഇത്രയും ഉറപ്പായിട്ടും. വലിയ ഇടപാട് നടക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഉം. മനസ്സിലായില്ലേ? കാര്യം നടക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ നടത്തി കാണും. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവിഹിതമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ട്. പണ്ടേ തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഈ കേസ് 2150 കോടി ഉം. രൂപയുടെ ബോണ്ടുകളാണ് അവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്തൊരു വലിയ ഒരു ഹൈപ്പായിരുന്നു അത് സൃഷ്ടിച്ചതെന്നറിയാം. വലിയൊരു വൈബും കൂടെ. കേരളം ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്നു. പിണറായി വിജയൻ, തോമസ് ഐസക്, അതുപോലെ തന്നെ കെ എം എബ്രഹാം. ഇവരാരും മണ്ടന്മാരല്ല, മിടുക്കന്മാരാണ്. കെ എം എബ്രഹാം ഇതിലൊക്കെ വലിയ ഉസ്താദായിട്ടുള്ള ആൾ. ഇവരാരും മണ്ടന്മാരല്ല, നമ്മളെ മണ്ടന്മാരാക്കിയായിരുന്നു. എന്നാൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാം നമ്മൾ മണ്ടന്മാരായെന്നുള്ളതിന്, ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്തുമ്പോൾ അതിന് കേന്ദ്ര അനുമതി വേണം. കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങിച്ചില്ല. രണ്ടാമത്, എന്താ കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങിക്കാഞ്ഞത്? കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓഡിറ്റ് വരും. ഓഡിറ്റ് വന്നു കഴിഞ്ഞാൽ കിഫ്ബി നടത്തുന്ന അവിഹിതമായിട്ടുള്ള ഇടപാടുകൾ മുഴുവൻ ഓഡിറ്റർ ജനറൽ പുറത്തു കൊണ്ടുവരും, AG പുറത്തു കൊണ്ടുവരും. മനസ്സിലായോ? അത് വന്നു കഴിയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ വിലങ്ങ് വീഴും. അതുകൊണ്ട് രഹസ്യമായിട്ട് ലണ്ടനിൽ പോയിട്ട് നമുക്കങ്ങ് സാധിക്കാം എന്ന് വിചാരിച്ചിട്ടൊരു പോക്ക് പോയത്. കേരളം എന്ന് പറയുന്നത്, പിന്നെ കേന്ദ്രം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് കേരളത്തിനകത്തുള്ള ഒരു സംസ്ഥാനമല്ലേ? പിന്നെന്താ നമുക്കിപ്പോൾ കേരളത്തിൽ പറയുന്ന കേന്ദ്രം പറയേണ്ട കാര്യമല്ല. മുഖ്യന്റെ ടീമിന്റെ ഒരു വിചാരം അങ്ങനെയാണ്. കേരളത്തിലെ ഒരു സംസ്ഥാനമാണ് പിന്നെ നമ്പർ 1 കേരള, അത് കഴിഞ്ഞേ ഉള്ളൂ ഇന്ത്യ. ഇന്ത്യ അതാണ് ഇന്ത്യ. അതിനകത്തുള്ള സംസ്ഥാനം വേണമെങ്കിൽ മോദി മര്യാദയ്ക്ക് കടങ്ങി ഒതുങ്ങി പ്രസിഡന്റും ഗവർണറെല്ലാം മര്യാദയ്ക്ക് കഴിഞ്ഞോണം. ഇവിടെ ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇതാണ് അവരുടെ ഭാവം. കെ എം എബ്രഹാം രാഷ്ട്രപതിക്ക് പകരം കൊണ്ടുപോയതാണെന്ന് പുള്ളി. അവിടെ ചെന്ന് എന്താ ഷോ ആയിരുന്നത്? എസ്റ്റേറ്റുകളുടെ ഉടമയാണ്. മോശക്കാരനാണോ? ചീഫ് സെക്രട്ടറിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ആ ശമ്പളവും വരുമാനവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ അന്നദാതാവായിട്ട് കഴിയുന്ന ആളാണ്. കിഫ്ബിയുടെ ഹെഡാണിപ്പോൾ. അതിനകത്ത് നിയമിച്ചിട്ടുള്ളത് മുഴുവൻ. അതെ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്. ഏറ്റവും കൃത്രിമശാലിയായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായുണ്ട്. ഏത് കൃത്രിമവും പൂഴ്ത്തി വയ്ക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഏത് കേസിൽ നിന്നും രക്ഷപ്പെടാനും അറിയാം. അങ്ങനെ ഒരാളായിരുന്നല്ലോ ശിവശങ്കർ. അതെ, ആ ശിവശങ്കർ. അപ്പോൾ നമ്മളീ പറഞ്ഞപ്പോഴേ ശിവശങ്കറിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, സ്വപ്ന സുരേഷിൻ്റെ കാര്യം പറയുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പാവം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ആ രണ്ടുപേരും ആത്മകഥ എഴുതിയിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോയാൽ ഇപ്പോഴെങ്കിലും തീരുകയല്ല. നമുക്ക് തിരിച്ച് ഈ ബോണ്ടിലേക്ക് വരാം. മസാല ബോണ്ടാണ്. മസാല ബോണ്ട് എന്ന് പറയുന്നത് എത്ര പലിശയ്ക്കാണ് ഇവിടെ കൊടുത്തതെന്ന് അറിയാമോ? 9.72 ബോണ്ട് കൊടുത്തത്. അതിൽ തന്നെ വലിയൊരു വെട്ടിപ്പുണ്ടായിരുന്ന അന്നേ പ്രശസ്തമാണ്. 11.5% പലിശ കിട്ടുമായിരുന്ന ഒന്നാണ് വിറ്റു തുളച്ച് 9.72. എത്ര കോടി നഷ്ടം വന്നിരിക്കുന്നത്? അതായത് കണക്കൂട്ട് 2150 കോടി ഇൻറ്റു 100-ൽ ഇത്ര വ്യത്യാസം വരുന്നത് 2%. എത്ര വരും? എത്ര കോടി രൂപയാണ് തുലച്ച് കളഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ്? വല്ല കാര്യമുണ്ടോ? ഒരു സംസ്ഥാനത്തിൻ്റെ നടപടിക്രമങ്ങളിൽപ്പെട്ട കാര്യമാണോ? അജണ്ടയിൽപ്പെട്ട കാര്യമാണോ അത്? അതിൻ്റെ അവകാശങ്ങളിൽപ്പെട്ടതുപോലെ അധികാരത്തിൽപ്പെട്ടതുമല്ല. അപ്പം പിന്നെ ഇഡിയും എന്താ നോക്കുകുത്തിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ കൂട്ടിലടച്ച തത്ത പോലെ ഇരിക്കണമെന്നാണ് സാധാരണ പറയുമല്ലോ, മുഖ്യനും മോദിയും തമ്മിൽ ബായ് ആണെന്ന്. അതെ. ആ ബായ് ഒക്കെ പൊളിഞ്ഞു. കാര്യം ഇഡി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുക. എനിക്കറിയത്തില്ല, മുഖ്യമന്ത്രി ചെന്ന് മോഡിയോട് ചോദിക്കും, ഇഡിയെ വിട്ട എന്തിനാ നിങ്ങളെന്ന്. ഞാനറിഞ്ഞില്ല. അതെപ്പോ? ഞാനൊന്നും അറിഞ്ഞില്ല. എന്ന് വന്നു ഇങ്ങനെ ചോദിക്കും മോഡി. ഇതാണിപ്പോൾ സംഭവം. പുള്ളി ഇപ്പോൾ ദുബായിലും ഗൾഫ് രാജ്യങ്ങളും മുഴുവൻ പോകാനുള്ളതെല്ലാം പോയിട്ട് ഇപ്പോൾ അതെ അവിടെ പോയിട്ട് മസാല ബോണ്ട് അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു, ഓരോരുത്തടത്തൊന്നും ബോണ്ടെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത് പോകുന്ന മോഡി എടുത്തോട്ടാ. നിങ്ങൾ എന്തിനാ ഇഡി അങ്ങോട്ട് പറഞ്ഞയച്ചു? നമ്മുടെ ധാരണ ഇഡി അത് എൻ്റെ കയ്യിലെങ്ങും അതിൻ്റെ കയറും കടിഞ്ഞാണും ഒന്നും ഇല്ലെന്നേ. എപ്പോ വന്നോ ഇഡി വന്നോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതൊന്നും എൻ്റെ കയറൊന്നും ഇവിടെ ഇല്ല. ഞാൻ പിടിച്ചാലൊന്നും നിൽക്കുന്ന കേസുകളല്ല ഇതൊക്കെ. ഇനി എന്നാ എൻ്റെ അടുത്തോട്ട് വരുന്നതെന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്.
എന്ന് മോഡി പറഞ്ഞു. അതുകൊണ്ട് പൊയ്ക്കാട്ടെ തൽക്കാലം. അവിടെ ഒരു ഉടക്കല്ലേ. എൻ്റെ പൊന്നുമോനെ ഞാനിതൊന്നും അറിഞ്ഞാലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പൊന്നുമോനെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ED എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചോ? ചെയ്തു എന്ന് പറയും. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പണ്ട് അങ്ങനെ ശ്രമിച്ചതാണല്ലോ. നമ്മുടെ ബാങ്കിൻ്റെ അവരുടെ സഹകരണ ബാങ്ക് ഉണ്ടല്ലോ, കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ കാര്യത്തിൽ ED എന്ത് ചെയ്യാൻ പറ്റി? പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു, ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നു, രേഖകൾ മുടക്കിച്ചിരിക്കുന്നു. എന്നിട്ട് അവസാനം എന്തായി? മുഴുവൻ കള്ളന്മാരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഛർദ്ദിപ്പിച്ചില്ലേ വിഷം? ഓരോരുത്തരെയായിട്ട് വിളിച്ചു അവരെ അനധികൃതമായിട്ട് അവിടുന്ന് അഴിച്ചു കൊണ്ടുപോയ പണം മുഴുവൻ വെക്കട അവിടെ എന്ന് പറഞ്ഞ് വെച്ചു. അവിടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. കേരള ഗവൺമെൻറ്റിന് ചമ്മൽ. ED വാങ്ങിച്ച പണമല്ലേ എങ്ങനെ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കും? ചമ്മൽ. ആ നാണക്കേടിൻ്റെ പേരിൽ പിന്നെയും പാവങ്ങൾ അവിടെ പണം അവിടെ തടഞ്ഞു വെച്ചിരിക്കുക. ഞങ്ങളെപ്പോൾ വേണമെങ്കിലും കൊടുക്കാനാണ് സമ്മതം. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റില്ല പണം. അതിന് അധികാരം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനും ധനകാര്യ വകുപ്പിനും മാത്രമേ ഉള്ളൂ. അല്ല, അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അധികാരത്തിന് ചില പരിധികളൊക്കെ ഉണ്ട്. ഈ പരിധി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാം അധികാരത്തിൻ്റെ ദുർവിനിയോഗം ഉണ്ടാവാതിരിക്കാനാണ്. ഇങ്ങനൊരു മസാല ബോണ്ട് ഇറക്കാൻ കേന്ദ്രത്തിന് മാത്രമേ അവകാശമുള്ളൂ. അന്ന് എന്തായിരുന്നു ഇത്ര അത്യാവശ്യം സർ? അത് ഇതിനാണ്. അതായത് കേരളം കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിച്ചു. ഈ പരിധി ഉള്ളതുകൊണ്ട് ആ പരിധിക്കകത്തെ നമുക്ക് പണം മുടക്കാൻ പറ്റും നമ്മളുടെ ഓരോ പദ്ധതികൾക്കും, സ്വപ്ന പദ്ധതികൾക്കും. അപ്പോൾ നമുക്കത് പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ചെലവുകളെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ചെലവ് എന്ന് പറയുന്നത് ഭീമമാണ്. നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ ഏതാണ്ട് കണക്കനുസരിച്ച് 76% ഓർ സംതിങ്, കൃത്യമായിട്ട് കണക്കല്ല, ഏകദേശം ഭൂരിഭാഗവും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ആ ഭൂരിഭാഗവും പോകുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ബത്തയും ദത്തയും എല്ലാം കൊടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? പിന്നെ എവിടെ നമുക്ക് പണം മുടക്കാനുണ്ട്? എങ്ങുമില്ല. അപ്പോൾ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? ഓപ്ഷനായിട്ട് കടം വാങ്ങിക്കാൻ തുടങ്ങി. ബാങ്ക് IDBI അല്ല, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കടം വാങ്ങിക്കാൻ തുടങ്ങി. കടത്തിന് നല്ല പലിശയാണ്. കണ്ടീഷണാലിറ്റീസ് വെച്ചാൽ കടം കൊടുക്കുന്നത്. അതെല്ലാം സമ്മതിച്ചു. ഇവരാണ് ഈ ബാങ്ക് ലോൺ എടുക്കുന്നതെന്നും പറഞ്ഞ് പണ്ട് ADB എന്ന് പറഞ്ഞ അവരുടെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അവർ തന്നെ കടമെടുക്കാൻ അവർ തിരുത്തി കടമെടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? ഇവർക്ക് ഈ കടമെടുത്താൽ മതി. അവസാനം ബാധ്യത ആർക്കാ വരുന്നത്? ഇവരിറങ്ങി 5 വർഷം കഴിയുമ്പോൾ കേരളം പാട്ടത്തിനെടുത്ത പോലെ ഇറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ അടുത്ത ഗവൺമെൻറ് വരും. ഇതേ പ്രതിസന്ധി. കടമോടെ കിടക്കുക. അവർ വീട്ടുമോ? എവിടെ നിന്നെടുത്ത് വീട്ടണമെങ്കിൽ കേന്ദ്ര സഹായം വേണം. അപ്പോൾ പിന്നെ പട്ടിണിയായി കഴിയുമ്പോൾ പറയും ഞങ്ങൾക്ക് പ്രത്യേക പാക്കേജ് വേണം. ആര് കൊടുക്കണം? കേന്ദ്രം. നഷ്ടമാർക്ക്? കേന്ദ്രം. വാസ്തവത്തിൽ കേന്ദ്രത്തിനല്ല നഷ്ടം, കേന്ദ്രത്തിൻ്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് ഇതിൻ്റെ നഷ്ടം വരാൻ പോകുന്നത്. ആത്യന്തികമായി ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കുണ്ടാക്കുന്ന നഷ്ടമാണ് ഇവർ കടഭാരമായിട്ട് ഓരോ പൗരൻ്റെയും തലയിൽ കെട്ടിവെക്കുന്നത്. ഇപ്പം തന്നെ ഓരോരുത്തരുടെയും മേളിലാണ്ട് 3 ലക്ഷം രൂപയോളം കടമുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും. അതാണ് ഇവരുടെ കടഭാരം. അതിലും കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത കൂടുകയല്ലേ? ഒരിക്കലും തീരാത്ത കടങ്ങളാണ് കേരള ഗവൺമെൻറ്. എത്രയോ വർഷങ്ങളായിട്ട് ഇത് തുടർന്നു കിടക്കുകയാണ്. കൂടിയിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിലെ ഇത്ര കോടി ജനങ്ങൾക്ക് എത്ര വെച്ച് വരുന്നെന്ന്. അപ്പോൾ 3 കോടി ജനങ്ങളേ ഉള്ളൂ. 6000 കോടിയുടെ കടം. 6000 ÷ 3 കണക്ക് കൂട്ടി നോക്കിയോട്ട് ആൾക്കാർക്ക് ഓരോരുത്തർക്കും 2 ലക്ഷത്തിലധികം രൂപ കടമില്ലേ ഓരോരുത്തരുടെ കടഭാരം എന്ന് പറയുന്നത്? ഇല്ലേ? നമ്മളിതൊന്നും അറിയുന്നില്ല. അദൃശ്യമാണ്, അമൂർത്തമാണ്. ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെ നമ്മളെല്ലാം കടക്കാരാണ്. നമ്മൾ കടമെടുക്കാതെ 5 പൈസയുടെ കടമെടുക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഈ 3 കോടിയുടെ കടക്കാരനാണ്, അല്ലെങ്കിൽ 2 കോടിയുടെ കടക്കാരനാണ്, അല്ല 2 ലക്ഷത്തിൻ്റെയെങ്കിലും കടക്കാരനാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കടക്കാരനാക്കുന്ന പ്രവണത ഇല്ലാതാക്കാനാണ് കേന്ദ്രം ഇതിനകത്ത് വടിയോങ്ങിക്കൊണ്ട് വന്നത്. ഇപ്പം എന്നിട്ട് ഇപ്പം വേറൊരു ഗുണമുള്ളത്, EDയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു ഗൂഢാലോചന നടത്തിയാണ് മസാല ബോണ്ട് ഇറക്കിയത്. വലിയ സാമ്പത്തിക അഴിമതി ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സാമ്പത്തിക ഗുണം ഉണ്ടായിട്ടുണ്ട്. KM എബ്രഹാമിനാണോ എന്നറിയത്തില്ല, നടന്നിട്ടുണ്ട് എന്നൊക്കെ രമേശ് ചെന്നിത്തല ആദ്യമായിട്ട് EDയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിൻവലിച്ചോളൂ. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഉടനെയൊന്നും പിൻവലിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ആ പ്രശ്നത്തെ മറികടക്കാൻ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു വടിയായിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സാമ്പത്തികമായ ഒരു ദുർനടപ്പ്
രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദുർനടപ്പ്, ഇത് സാമ്പത്തിക ദുർനടപ്പിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഈ തോമസ് ഐസക് പരമപുച്ഛത്തോടെ തുള്ളുന്നു പറയുന്നത് പോലെയല്ല ഇത്. അദ്ദേഹം ഇങ്ങനെ പരിഹസിച്ച് തള്ളുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹത്തിനെ 3 വട്ടമാണ് ചോദ്യം ചെയ്യും വിളിപ്പിച്ചത്. നിസ്സാര കാര്യമൊന്നുമല്ല. ഇടി അങ്ങനെ നിസ്സാര കേസുകളൊന്നും എടുക്കത്തില്ല. വല്ലതും തടയുന്നെങ്കിൽ തടയട്ടെ എന്നും പറഞ്ഞാൽ ഇത് വളരെ സീരിയസ്. അവർ പഠിച്ചിട്ടാണ് ഇതെടുക്കുന്നത്. പ്രൊഫഷണലായിട്ടാണ് ഈ കേസിനെ സമീപിക്കുന്നത്. രാഷ്ട്രീയമായിട്ടാണ് തോമസ് ഐസക് നിസ്സാരമെന്ന് പറയുന്നത്. അത്ര നിസ്സാരമൊന്നുമല്ല. സാരമായ പരിക്ക് കേരളത്തിന് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.